ഈ ജനാധിപത്യത്തിന്റെ മരണമണി എന്ന് പറയില്ലേ, ഏകദേശം അതിനോടടുത്തിട്ടുണ്ട്. അതിനുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രതികരിക്കാതിരിക്കുന്നവർ പ്രതികരിക്കാതിരിക്കാം, ബട്ട് അതിന്റെ ആഫ്റ്റർ കോൺസിക്വൻസും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. 4000 EVM മെഷീനൊക്കെ കത്തി നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും നമ്മുടെ ഗവൺമെന്റൊക്കെ ആരെയാണ് ശരിക്കും ഈ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ഈ വെസ്റ്റ് ബംഗാളിൽ ആലിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഗവൺമെന്റ് ഓഫീസ്, അതിൽ 9 നിലകളുള്ള ഈ കെട്ടിടത്തിൽ 3ാമത്തെ നിലയിൽ തീ പിടിച്ചു, 4ാമത്തെ നിലയിലേക്ക്. അതിനുശേഷം അത് നേരെ പടർന്നത് 9ാമത്തെ നിലയിലേക്ക്. അതിൻ്റെ ഇടയിലുള്ള നിലകൾക്കൊന്നും വലിയൊരു കേടുപാടുകൾ സംഭവിച്ചില്ല. അപ്പോൾ ഇതിനർത്ഥം ഏതൊരു മൂളയുള്ള ആൾക്കും മനസ്സിലാവും ഇത് എന്ത് സംഭവിച്ചതാണ്. ഒരു വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് 10 മണ്ഡലങ്ങളിൽ യൂസ് ചെയ്ത EVM അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് മൊത്തം സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു റൂമിനാണ് തീ പിടിച്ചത്. അപ്പോൾ അതിന്റെ കോൺട്രവേഴ്സി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയിൽ 97% വോട്ട് BJPക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത്, കോർട്ടിലുള്ള സമയത്താണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. അപ്പൊ തന്നെ ഏകദേശമൊക്കെ ആളുകൾക്ക് കത്തും, ചോറാണല്ലോ തിന്നുന്നത്, പിന്നെ ചപ്പാത്തിയും, അങ്ങനെ ഒരു ഇലക്ഷനിൽ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമുക്ക് കോടതിയിൽ പോവാം, സ്റ്റേ ചെയ്യാന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ആ 45 ദിവസം തീരുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണി, വെൽ എക്സിക്യൂട്ടഡ് ആണ്. ആരൊക്കെയോ ഭരിക്കുന്ന ഭാരതമണ്ണിൽ ഇതൊക്കെ സ്വാഭാവികം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല, എന്നാലും അഭിപ്രായം രേഖപ്പെടുത്തുക.